ബോസ് മലയാളം സീസൺ 7 9 ദിനരാത്രങ്ങൾ പിന്നിട്ടപ്പോൾ ഈ ആഴ്ച എവിക്ഷനിൽ വന്ന 11 പേരാണ്. ഇതിൽ ആരൊക്കെ, അല്ലെങ്കിൽ പോകാൻ പോകുന്ന 2 പേർ ആരൊക്കെ, ഇന്ന് നടന്ന മിഡ് വീക്ക് സസ്പെൻഷൻ ടാസ്കിൽ മുക്തി നേടിയത് ആരൊക്കെ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ഡേ 9 ലൈവ് അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് മസ്റ്റായിരിക്കണം. ഇതുപോലെ ബിഗ് ബോസിൻ്റെ ഫാസ്റ്റസ്റ്റ് അപ്ഡേറ്റിനും ലൈവ് റിവ്യൂസിനുമായി നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ കൂടി ചെയ്തേക്കണം. നമുക്ക് ഇന്ന് രാവിലെ ഉണ്ടായ സംഭവവികാസങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ഇന്ന് രാവിലെ തന്നെ നമ്മുടെ ഷാനവാസും അഭിയും കൂടി ഇരുന്നിട്ട് സംസാരിക്കുകയാണ്. ആരെക്കുറിച്ച്? നമ്മുടെ അനീഷിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇവർ എന്താ സംസാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അക്ബറിൻ്റെയും ഈഗോയും അതുപോലെ തന്നെ ശരത്തിൻ്റെ ഈഗോയും കാരണമാണ് അനീഷിനെ വിടാതിരുന്നത്. നമുക്ക് ഇപ്പോൾ ആവശ്യം സാധനമായിരുന്നു, അത് വിട്ടാലും ഇപ്പോൾ എന്താണ് പറ്റുക എന്നാണ് സംസാരിക്കുന്നത്. പിന്നെ സംസാരിക്കുന്നുണ്ട് അനീഷ് പോയാൽ മതിയായിരുന്നു എന്നും കൂടി സംസാരിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും കൂടി, ഷാനവാസും അബിയും കൂടി ഇന്ന് നല്ല ഗാഢമായ സംസാരങ്ങളായിരുന്നു. അതായത് അനീഷ് പോകാനാണ് ഇവർ രണ്ടുപേരും ആഗ്രഹിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവർ രണ്ടുപേരും കൂടി ഇന്ന് അവിടെ ചർച്ച ചെയ്യുകയാണ്. അതിനുശേഷം രാവിലത്തെ മോർണിംഗ് സോങ് ആണ് വരുന്നത്. മോർണിംഗ് സോങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുടുക്ക് പൊട്ടിയ കുപ്പായം ഉടുത്ത് മണ്ടണ കാലത്തെ, ആ പാട്ടാണ് മോർണിംഗ് സോങ് ആയിട്ട് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഡാൻസൊക്കെ കളിക്കുന്നു. അതിനുശേഷം നമ്മുടെ അനീഷ് സുപ്രഭാതം ബിഗ് ബോസ്, സുപ്രഭാതം എന്ന് പറയുന്നു. ബിഗ് ബോസ് സുഖമായി ഉറങ്ങിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ബിഗ് ബോസിനോട്. അപ്പോൾ ബിഗ് ബോസ് ഒന്നും മിണ്ടുന്നില്ല. സുഖമായി ഉറങ്ങേ, നിൻ്റെ സൗണ്ടൊക്കെ കേട്ടിട്ട് എങ്ങനെ ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നതായിരിക്കും ബിഗ് ബോസ് വിചാരിച്ചിട്ടുണ്ടാവുക. അതിനുശേഷം ജിസേല് ബിൻസി എവിടെ പോയി, ബിൻസി എന്നൊക്കെ വിളിച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ പെണ്ണും പിള്ളമാരുടെ ഗ്രൂപ്പിൽ പോയിരിക്കുമായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അനീഷ് ഇത് കേൾക്കുന്നു. അപ്പോൾ അനീഷ് പറയുന്നു, അങ്ങനെ വിളിക്കരുത് ജിസേലെ. എനിക്ക് തോന്നുന്നു ജിസേലും സരികയാണ് ഏജ് വൈസ് എന്ന് തോന്നുന്നു. ബാക്കിയുള്ളവരൊക്കെ നിങ്ങളെക്കാട്ടി ചെറുപ്പമാണെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് അനീഷ് പറയുന്നു. അതിനുശേഷം ജിസേലും അനീഷും കൂടി കിച്ചണിലാണ്. അനീഷ് എന്തോ സ്റ്റീൽ പാത്രം എന്തോ എടുത്ത് കൊണ്ടിട്ട് നമ്മുടെ മൈക്രോവേവിൽ കൊണ്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത് ജിസേൽ കാണുന്നുണ്ട്. അപ്പോൾ ജിസേൽ പറയുന്നു, അയ്യോ മൈക്രോവേവിൽ വെക്കരുതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനീഷ്, ഇത്രയും ഡ്രാമാറ്റിക് ആകേണ്ട ആവശ്യം ഉണ്ടോ, പറഞ്ഞു തന്നാൽ പോരെ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് വേറെ ആരെങ്കിലും ആണെങ്കിൽ, അനീഷ് ഇപ്പോൾ ജിസേലായതുകൊണ്ടാണ്, വേറെ ആരെങ്കിലും ആണെങ്കിൽ, പപ്പാനിയോ ആരെങ്കിലുമൊക്കെ ആണെങ്കിൽ അനീഷ് അങ്ങനെ പറയാൻ പാടില്ല പറഞ്ഞിട്ട് കുറേ നീട്ടിക്കൊണ്ടുപോയനെ. ഇതിപ്പോൾ ജിസേലായ കാരണം ഇങ്ങനെ പോയി എന്ന് മാത്രം. അപ്പോൾ ജിസേല്, അയ്യോ അങ്ങനെയല്ല, കണ്ടപ്പോൾ ടെൻഷനായിപ്പോയി. അത് കണ്ടു കഴിഞ്ഞാൽ ആർക്കായാലും ടെൻഷനാകും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മൈക്രോവേവിലെയും സ്റ്റീൽ പാത്രമെല്ലാം കൊണ്ടുപോയിക്കാം. അപ്പോൾ പൊട്ടിത്തെറികളും കാര്യങ്ങളും ഉണ്ടാകാം, വലിയ പ്രശ്നങ്ങളും ഉണ്ടാകാം. അത് ഓർത്താണ് ജിസേൽ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അനീഷിനത് അങ്ങനെയല്ല തോന്നിയത്, അതുകൊണ്ടാണ് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. ടെൻഷനായി പോയെന്ന് നമ്മുടെ ആര് പറയുന്നു, ജിസേൽ പറയുന്നു. അപ്പോൾ അനീഷ്, അങ്ങനെ പറയാൻ പാടില്ല ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് പോവാണ്. ഞാൻ എന്താണ് തലപൊട്ടി പോകുമെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത് അനീഷ്. ഒന്ന് സാധാരണ രീതിയിൽ പറഞ്ഞു തന്നാൽ മതി എന്ന് പറയുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് ഷാനവാസ് വരുന്നു. ഷാനവാസ് പറഞ്ഞിട്ട് പറയുന്നു, ചെറിയ കാര്യമല്ല വലിയ കാര്യമാണ് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അനീഷ് പിന്നെയും അങ്ങനെ പറയാൻ പാടില്ല, ഇത്രയും ഓവർ ആക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, സാധാരണ രീതിയിൽ പറഞ്ഞു തന്നാൽ മതി എന്ന് അനീഷ് പറഞ്ഞ് റിയാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അപ്പാനി, ബിന്നി, രേണു ഇവർ 3 പേരും കൂടി നിന്നിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പാനി സംസാരിക്കുകയാണ് ചെയ്യുന്നത്. ആരെക്കുറിച്ച്? അനീഷിനെ കുറിച്ച്. അവനെ ഒരു കാരണവശാലും ഞാൻ അയക്കില്ല, പിന്നെ ഇപ്പോൾ തന്നെ അയക്കും, അങ്ങനെ അവൻ ഇപ്പോൾ ഹീറോ ആകണ്ട. ആരെക്കുറിച്ച്? അനീഷിനെ കുറിച്ച് അപ്പാനി പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇവർ 3 പേരും കൂടി നിങ്ങൾ സംസാരിക്കുന്നുണ്ട്. എവിടേക്ക് അയക്കില്ല എന്നാണ്? മണിപ്പുരയിലേക്ക് അയക്കില്ല. അതായത് മണിപ്പുരയിൽ പോയി കഴിഞ്ഞാൽ അനീഷ് ഒരു ഹീറോ ആകുമെന്ന് അപ്പാനിക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ അതുകൊണ്ട് അനീഷിനെ അയക്കാതിരിക്കാനാണ് അപ്പാനി ശ്രമിക്കുന്നത്. അതിനുശേഷം രാവിലെ തന്നെ കിച്ചൺ ഏരിയ ആണ് കാണിക്കുന്നത്. കിച്ചൺ ഏരിയയിൽ ഭയങ്കര വഴക്കെന്ന് പറഞ്ഞാൽ കിച്ചൺ ഏരിയ മാത്രമാണ് കാണിച്ചത്. രാവിലെ തന്നെ
ആ ക്യാമറ അങ്ങോട്ട് മാത്രമായിട്ട് ഫോക്കസ് ചെയ്ത്, അതായത് കിച്ചൺ കണ്ടൻറ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാൻ സാധിക്കുന്ന ഒരു ദിവസമായിരുന്നു രാവിലത്തെ ദിവസം എന്ന് പറയുന്നത്. കാരണം രാവിലെ തന്നെ കിച്ചണിൽ ഭയങ്കര വഴക്ക് നടക്കുകയാണ്. ആദ്യം തന്നെ നടക്കുന്നത് ഒനിയൽ അക്ബറും തമ്മിലാണ് വഴക്ക് നടക്കുന്നത്. ഒരു നിസ്സാര പ്രശ്നമാണ്, ഒരു നിസ്സാര പ്രശ്നത്തിൽ വരെ അത് വലിച്ചു നീട്ടി ഇത്രയും വലിയ വഴക്കിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അനീഷല്ല, ബാക്കിയുള്ളവർ തമ്മിലാണ് അടിയുണ്ടാക്കുന്നത് കേട്ടോ. അനീഷ് ഇതിലൊന്നും ഇടപെടുന്നില്ല. അതിനുശേഷം ഈ വഴക്കൊക്കെ ഒന്ന് മാറുന്ന സമയത്ത് നമ്മുടെ ബിന്നി വരുന്നുണ്ട്. ബിന്നി വീണ്ടും അടി ഉണ്ടാക്കാനുള്ള പ്രശ്നത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ ബിന്നി ഇങ്ങനെ വരുന്നുണ്ട്. ബിന്നി വന്നിട്ട് പറയുന്നു, അപ്പോൾ ഇവിടെ അനീഷ് നിൽക്കുന്നത് അപ്പുറത്ത് ജിസേൽ എന്താ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എന്താ ഗോതമ്പ് ദോശ എന്നതാണ് അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബിന്നി വന്നിട്ട് എനിക്ക് വിശക്കുന്നു. അപ്പോൾ അടുത്ത അടി ഉണ്ടാക്കാനുള്ള ഇതിലാണ്. ഒരു പ്രശ്നം അപ്പോൾ തീർന്നേ ഉള്ളൂ. അപ്പോൾ അടുത്ത അടി ഉണ്ടാക്കാനുള്ള ഒരു ഇത് എറിഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അനീഷ് വേണമെങ്കിൽ വായു ഭക്ഷിച്ചോ എന്നാണ് പറയുന്നത്. വെള്ളവും എടുത്തു കുടിച്ചോ, കുറച്ച് വെള്ളം എടുത്തു കുടിച്ചോ. അപ്പോൾ ബിന്നി ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കേണ്ടത്? ഇങ്ങനെയാണെങ്കിൽ കിച്ചൺ ക്യാപ്റ്റൻ, കിച്ചൺ ടീം ഒക്കെ പുറത്തിറങ്ങുക. വായു ഭക്ഷിക്കാനാണെങ്കിൽ നിങ്ങളുടെ ആവശ്യം വേണമില്ലല്ലോ എന്നാണ് ബിന്നി പറയുന്നത്. അപ്പോൾ ഷാനവാസ് ഇതിൻ്റെ ഇടയ്ക്ക് വരുന്നു. ഷാനവാസ് വന്നിട്ട് പറയുന്നു, ഷാനവാസ് ഫുഡ്, അതായത് ടാസ്ക് ഇപ്പോൾ വരും, മോർണിംഗ് ടാസ്ക് ഇപ്പോൾ വരും, ഞങ്ങൾക്ക് ഫുഡ് വേണം എന്നാണ് പറയുന്നത്. അപ്പോൾ അനീഷ് നിങ്ങളൊന്നും അറിയണ്ട, നമ്മുടെ കാര്യത്തിൽ ഇടപെടണ്ട എന്നാണ് അനീഷ് പറയുന്നത്. അപ്പോൾ അപ്പാനി അയ്യോ, നമ്മുടെ അനീഷ് എവിടെ എന്ത് പറഞ്ഞ് റിയാക്ട് ചെയ്താലും അപ്പോൾ ഉടനെ വന്നിട്ട് അപ്പാനി വന്ന് അവിടെ റിയാക്ട് ചെയ്യും. അതുതന്നെ ഇവിടെയും സംഭവിച്ചത്. അപ്പാനി വന്നിട്ട് റിയാക്ട് ചെയ്യുക. ആരടാ നീ ആരടാ നീ പറയടാ, നീ ആരടാ, നീ ഇപ്പോൾ പറയണം, നീ ആരടാ, നീ അത് പറയണം, നീ ആരാണ്, നീ പറയണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അപ്പാനി റിയാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. വലിയ പ്രശ്നത്തിലേക്ക് അപ്പാനി പോകുന്നില്ല. പിന്നെ കുറച്ചങ്ങോട്ട് മാറി നിന്നിട്ട് അപ്പാനി പറയാണ്, ഒരു കിച്ചൺ ടീം ഇറങ്ങിയിരിക്കുന്നു എന്ന് പറയുകയാണ് ചെയ്യുന്നത്. 10 മണിയായി, ഫുഡും ഇല്ല ഒന്നുമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഷാനവാസിനോട് നീ ഒരു കാര്യം ചെയ്യ് അത്. അപ്പോൾ ഷാനവാസ് പോയിട്ട് അനീഷിനോട് പറയാണ്, നീ ഒരു കാര്യം ചെയ്യ് അനീഷേ, അത് അടച്ചു വയ്ക്ക്, ഇല്ലെങ്കിൽ തുപ്പൽ വീഴും. അപ്പോൾ അനീഷ് റിയാക്ട് ചെയ്യാണ്, നീ പോടാ എന്ന് പറഞ്ഞിട്ട് അനീഷ് റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ ഷാനവാസ്, എന്നെ ക്യാപ്റ്റൻ ആക്കിയത് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനാണ്, ക്യാപ്റ്റൻ പ്രശ്നമുണ്ടാക്കാൻ അല്ല. നമ്മൾ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് പ്രശ്നം ഉണ്ടാക്കുന്ന ആളല്ല എന്ന് ഷാനവാസ് പറയുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ പറഞ്ഞ് കുറേ വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ അവിടെ. അതവിടെ കഴിയുന്നു. അതിനുശേഷം അനീഷ് പറയാണ്, നിങ്ങൾ ഇവിടെ പെടേണ്ട ആവശ്യമില്ല കേട്ടോ, ആവശ്യമില്ല, ഇവിടെ ക്യാപ്റ്റൻ ഞാനാണ്, ഞാൻ പറയുന്നത് പോലെ നടന്നാൽ മതി എന്നാണ് പറയുന്നത്. അതിനുശേഷം അതിനിടയിൽ ഒനിയിൽ കയറി വരുന്നുണ്ട്. ഈ പ്രശ്നം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രശ്നമൊന്നും ആറണില്ലല്ലോ, ഇങ്ങനെ ആളി കത്തല്ലേ. അപ്പോൾ ആറാൻ നിൽക്കുന്ന സമയത്ത് ഒനിയിൽ വന്നിട്ട് വീണ്ടും തീപ്പൊരിട്ട് കൊടുക്കുകയാണ്. ഒനിയിൽ കയറി വന്നിട്ട് എന്ന് പറയുന്നു, നിങ്ങൾ ഫുഡ് ഉണ്ടാക്ക്, ബ്രേക്ക്ഫാസ്റ്റാണ് നമുക്ക് വേണ്ടത്, ലഞ്ചല്ല. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്ത് ലഞ്ച് കൂടെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങുന്നതാണ്, അതാ നല്ലത് എന്ന് പറയുന്നു. അപ്പോൾ എന്താ അനീഷ്, നമ്മളുണ്ടാക്കും. അപ്പോൾ ഒനിയൻ, നീ ഉണ്ടാക്കടാ എന്ന് പറയുന്നു, റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ അതിനുശേഷം അടുത്ത വഴക്ക്, എൻ്റെ മുന്നേ അടുത്ത വഴക്ക്. അക്ബറും ആദ്യമുണ്ടായിരുന്നത് അക്ബറും ഷാനവാസും തമ്മിൽ വീണ്ടും വഴക്കുണ്ടാവുകയാണ്. ആദ്യം കൂട്ടി വീണ്ടും വഴക്കുണ്ടാക്കുക. നീ ആരാ, ഞാൻ ആരാ എന്ന് പറഞ്ഞിട്ടുള്ള വഴക്കാണ് നടക്കുന്നത്. നീ ആരടാ, ഞാൻ ആരടാ, നീ ആരടാ, ഞാൻ ആരടാ എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്കാണ് നടക്കുന്നത്. ഗംഭീര വഴക്കെന്ന് പറഞ്ഞാൽ ഗംഭീര വഴക്ക്. എൻ്റെ പൊന്നോ, ഈ വഴക്കെന്ന് പറഞ്ഞാൽ മുട്ടൻ വഴക്ക്. രാവിലത്തെ ഭാഗം ഒരു വഴക്കിന് തന്നെ തീർന്ന് കാണും കേട്ടോ. അപ്പോൾ ബിഗ് ബോസ് ഒക്കെ ഇത് കണ്ടത് ചിലപ്പോൾ തലയിൽ കൈവച്ചിരുന്നത്, എൻ്റെ ദൈവമേ ഇങ്ങനത്തെ ആരെയൊക്കെയാണ് ഇതിനകത്ത് പിടിച്ചു കൊണ്ടുവന്നത് ബിഗ് ബോസ് വരെ ചിന്തിച്ച് കാണുമായിരിക്കും. കാരണം ഒരു കണ്ടൻറ്റും ഇല്ല, ഈ വഴക്ക് മാത്രമാണല്ലോ കേൾക്കുന്നത് ദിവസവും ഉണ്ട് ഇവരുടെ വഴക്ക്. അപ്പോൾ അതിന് ശേഷം അതിൻ്റെ ഇടയ്ക്ക് വഴക്കിനിടയ്ക്ക് നമ്മുടെ ഒനിയലിനെ നമ്മുടെ അക്ബർ പച്ചത്തെറിയൊക്കെ വിളിക്കുന്നുണ്ട്, മാവച്ചിട്ടെന്ന് വിളിക്കുന്നുണ്ട്, നീ പോടാ നാഷ എന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ഒനിയൽ പോയിട്ട് ബിഗ് ബോസിനോട് പരാതി പറയാണ്, ബിഗ് ബോസ് എന്നെ ഇവൻ മാവച്ചിട്ട് തെറി വിളിച്ചു, ഇത് കംപ്ലൈൻ്റ് ആക്കണം, ഇതിനെ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കണം ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതൊക്കെ എന്തിനാണ് അല്ലേ, വെറുതെ ഓരോ സംഭവങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെക്കുകയാണ് ഇതിനകത്ത്.
അതിനുശേഷമാണ് ഈ ടാസ്ക് വരുന്നത്. നമ്മുടെ ചാലഞ്ച് ഇപ്പോൾ പറഞ്ഞല്ലോ ടാസ്ക് വരികയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടി നമ്മുടെ ബിഗ് ബോസ് എല്ലാവരെയും ലിവിങ് റൂമിലേക്ക് വിളിച്ചു കൂട്ടുന്നു. എന്നിട്ട് പറയുന്നു ഇതിൽ ഒരു ട്വിസ്റ്റ് ഒളിഞ്ഞിരിപ്പുണ്ട് കേട്ടോ. അതെന്താണെന്ന് ഞാൻ പറയാം. മിഡ് വീക്ക് എവിക്ഷനുള്ള 6 പേരോട് എഴുന്നേറ്റ് നിൽക്കാൻ ബിഗ് ബോസ് പറയുന്നുണ്ട്. അപ്പോൾ ആരിനും ആദിലും നൂറയ്ക്കും ബാൻഡുണ്ട്. പിന്നെ നെവിൻ്റെ കയ്യിൽ ബാൻഡില്ല. അപ്പോൾ അത് അവർ ചോദിക്കുകയാണ് നെവിൻ്റെ കയ്യിൽ ബാൻഡ് അവിടെ പോയി എന്ന് ചോദിച്ചപ്പോൾ നെവിൻ പറഞ്ഞു അക്ബറിൻ്റെ കയ്യിൽ പോയി. അപ്പോൾ അക്ബർ അവിടെ പോയി നോക്കുകയാണ്. അക്ബർ അവിടെ പോയി നോക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒന്നും കാണുന്നില്ല, ബാൻഡ് അവിടെ ഒന്നുമില്ല. അപ്പോൾ മറ്റാരും അടിച്ചു മാറ്റിയിട്ടെന്ന് മനസ്സിലായി. അപ്പോൾ അതിന് ശേഷം ബിഗ് ബോസ് പറയുന്നു ഇതുവരെ നടന്ന പണിപ്പുര ടാസ്കിൽ ഒന്നാമത്തേത് നിങ്ങൾ പരാജയപ്പെട്ടു. ഒന്നിൽ നിങ്ങൾ പരാജയപ്പെട്ടു. രണ്ടാമത്തത് സമയം നിങ്ങൾക്ക് ഉണ്ടായിരുന്നു, ബാക്കി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. മൂന്നാമത് നിങ്ങൾ റദ്ദാക്കി. മൂന്നാമത്തെ ടാസ്ക് വന്നിരുന്നല്ലോ, അത് നിങ്ങൾ റദ്ദാക്കി. നിങ്ങളിൽ ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു എനിക്ക്, അതൊക്കെ തകിടം മറിച്ചു കളഞ്ഞു എന്നാണ് പറയുന്നത് ബിഗ് ബോസ്. നിങ്ങളെ ഞാൻ സഹായിക്കാം, അതായത് ബിഗ് ബോസ് പറയുകയാണ് നിങ്ങളെ ഞാൻ സഹായിക്കാം, 2 പേരെ ഞാൻ പുറത്തേക്ക് കൊണ്ടുപോവുകയാണെന്ന് പറയുന്നു. അപ്പോൾ ഇവരെല്ലാവരും എന്നുള്ള ഒരു മട്ടിലാണ് ഇരിക്കുന്നത്. എന്നിട്ട് ബിഗ് ബോസ് പ്രകാരം പറയുന്നു മനസ്സിലായില്ലേ, ഇത് എവിക്ഷൻ അല്ല. അപ്പോൾ എവിക്ഷൻ അല്ല പറഞ്ഞപ്പോൾ ഇത് എവിക്ഷൻ അല്ലേ, അപ്പോൾ പിന്നെ എന്തായിരിക്കും, അടുത്ത് കേൾക്കാമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. ഇത് എവിക്ഷൻ അല്ല എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ എവിക്ഷൻ അല്ല, വേറെ എന്തോ ആണ്, നോക്കാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് എല്ലാവരും. അപ്പോൾ ബിഗ് ബോസ് പറയുന്നു ഇത് എവിക്ഷൻ അല്ല, സസ്പെൻഷനാണ്. അതായത് സസ്പെൻഷനാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ മനസ്സിലായി സസ്പെൻഷനാണ്, എന്തായാലും നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അടുത്ത് പറയാം. അതായത് ത്യാഗമാണ്. ഈ 6 പേരിൽ നിന്ന് 2 പേർ പുറത്തേക്ക് പോകുന്നവർ ചെയ്യുന്ന ത്യാഗം. അതായത് വോട്ട് ഔട്ടല്ല, അതായത് പ്രേക്ഷക വിധി പ്രകാരം പോകുന്നതല്ല എന്നാണ് പറയുന്നത്. വോട്ട് പ്രകാരമല്ല, അതായത് വോട്ട് ഔട്ടല്ല എന്ന് പറയുന്നു. ഇനിയുള്ള ടാസ്ക് ആരംഭിക്കുന്നതിന് മുന്നേ 500 പോയിൻ്റ് വീതം ഈ 6 പേർക്ക് കൊടുക്കും. അത് ഷോപ്പിങ്ങിനുള്ള പോയിൻ്റാണ് ഇവർക്ക് കൊടുക്കുന്നതെന്നാണ്, ഈ 6 പേർക്ക് കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ ഇതിൽ നിന്നും 2 പേരെ ടാസ്കിൻ്റെ പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നും താൽക്കാലികമായി പുറത്തേക്ക് കൊണ്ടുപോകും എന്നും ബിഗ് ബോസ് പറയുന്നു. അപ്പോൾ താൽക്കാലികമായിട്ട് പുറത്തേക്ക് പോകുമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ അപ്പാനി അപ്പം പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമല്ലേ എന്നുള്ള മട്ടിലാണ് അപ്പാനി ഇരിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ എന്നിട്ട് ബിഗ് ബോസ് പറയുന്നു ഒരു ഡെഡ് സോണിലേക്ക് കൊണ്ടുപോകും. അതായത് ഒരു ഡെഡ് സോണിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഡെഡ് സോൺ അതെവിടെ? ഡെഡ് സോണോ അതെവിടെ? പിന്നെ എവിടേക്കായിരിക്കും കൊണ്ടുപോകുക? ഡെഡ് സോണിലേക്കല്ലേ. അതെന്താ അവിടേക്ക് കൊണ്ടുപോകണമെന്തിനാ എന്നുള്ളത് ചിന്തിക്കുകയാണ് എല്ലാവരും. ഡെഡ് സോണാണ്, ഡെഡ് സോണിലാണ് പാർപ്പിക്കുക. അവിടെ ക്യാമറയോ സൗണ്ടോ ഉണ്ടാകില്ല. ഒരു ഏകാന്തവാസമായിരിക്കും, അതായത് ഒറ്റപ്പെട്ടൊരവസ്ഥ. അതായത് ഇപ്പോൾ ഈ 2 പേരെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഏകാന്തവാസമാണ്. ഒരാളെ വേറെ എവിടെ അയക്കുമായിരിക്കും, അങ്ങനെ ആയിരിക്കാം ഒരു പക്ഷേ, നോക്കാം. അങ്ങനെ പറയുകയാണ് ചെയ്യുന്നത്. ഏകാന്തവാസമായിരിക്കും എന്ന് പറയുന്നു. നിങ്ങളുടെ മുഖവും വ്യക്തിത്വവും പ്രേക്ഷകരെ കാണിക്കാനല്ലേ നിൽക്കുന്നത്, പക്ഷേ അത് പ്രദർശിപ്പിക്കാൻ കഴിയാത്ത ഒരു അജ്ഞാതവാസത്തിലേക്ക് 2 പേരെയും പറഞ്ഞുവിടും. അതായത് ഇപ്പോൾ എല്ലാവരും ഈ 18 പേര് ഇവിടെ നിൽക്കുന്നവർ പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടിയിട്ടാണല്ലോ, അതായത് അവരുടെ മുഖവും വ്യക്തിത്വവും തെളിയിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഒരു ബിഗ് ബോസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 2 പേർക്ക് ഇതിനൊന്നും കഴിയില്ല. അതായത് ഇവരെ അജ്ഞാതവാസത്തിലേക്കാണ്, അതായത് ക്യാമറയോ സൗണ്ടോ ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്തേക്കാണ് വിടുന്നത്. അതായത് ഡെഡ് സോണിലേക്കാണ് പറഞ്ഞു വിടുന്നതെന്നാണ് പറയുന്നത്. അത്രയും ദിവസം, അതായത് ഈ പറഞ്ഞു വിടുന്ന അത്രയും ദിവസം ടി വിയിലോ 24/7 ജിയോ ഹോട്ട്സ്റ്റാറിലോ ലൈവിലോ ഒന്നും അവരെ കാണാൻ പറ്റത്തില്ല എന്നും പറയുന്നു. ബട്ട് അവർ ഷോയിൽ തന്നെ ഉണ്ടാകും. കാരണം അവരൊന്നും കാണാൻ പറ്റത്തില്ല, ലൈവിലും കാണാൻ പറ്റില്ല, ടി വിയിലും കാണാൻ പറ്റത്തില്ല, പിന്നെ 24/7 ജിയോ ഹോട്ട്സ്റ്റാറിലും കാണാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ. അതായത് പക്ഷേ അവർ ബിഗ് ബോസ് വീട്ടിലെ ഈ ഷോയുടെ ഒരു ഭാഗമായിരിക്കും എന്നും പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറഞ്ഞിട്ട് ചിരിയൊക്കെ വരുന്നുണ്ട് ചെറുതായിട്ട്. എങ്കിലും ടെൻഷൻ ഉണ്ട് കേട്ടോ മൂപ്പർക്ക്. ഈ അനീഷ് പോകുന്നില്ലല്ലോ, പോയിട്ട് തിരിച്ചു തന്നെ വരുമല്ലോ പോവുകയാണെങ്കിലും എന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ ഈ ഔട്ടായ 2 പേരുടെയും പോയിൻ്റ് ചേർത്ത്
1000 പോയിൻ്റ് നിങ്ങൾക്ക് കിട്ടും. അതായത് ഈ പോകുന്ന 2 പേരുണ്ടല്ലോ, അവരുടെ പോയിൻ്റ് ചേർത്തിട്ട് 1000 പോയിൻ്റാണ് അവർ തന്നിട്ടാണല്ലോ പോകുന്നത്. ഓൾറെഡി 500 പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ഇവർ 500 പോയിൻ്റ് കൂടി കൂട്ടിയിട്ട് 1000 പോയിൻ്റ് ഇവർക്ക് നിങ്ങൾക്ക് കിട്ടും. 6 പേരിൽ ഏതാണ് 2 പേരെന്ന് നമുക്ക് നോക്കാം എന്ന് ബിഗ് ബോസ് പറയുന്നു. 1000 പോയിൻ്റാണ് ആ 2 വ്യക്തികൾ കൂടി നിങ്ങൾക്ക് ത്യാഗം ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഈ 2 പേരുടെയും തിരിച്ചു വരവും വരാതിരിക്കലും നിങ്ങളുടെ കയ്യിലാണ്. അതായത് ഇവരിഞ്ഞ് തിരിച്ചു വരണോ അതുപോലെ തന്നെ അവിടെ തന്നെ നിൽക്കണോ എന്നുള്ളതൊക്കെ നിങ്ങളാണ് തീരുമാനിക്കേണ്ടതെന്ന് പറയുന്നു. അപ്പം തന്നെ അപ്പാനിയും എല്ലാവരും കൂടി അപ്പാനിയും അക്ബറും കൂടി ചേർത്തയായി. ഇപ്പം പോയി കഴിഞ്ഞാൽ പിന്നെ ഇപ്പം പോവാണല്ലോ, അതായത് അനീഷ് പോവുകയാണെങ്കിൽ തന്നെ അനീഷിൽ നിന്ന് കളയണം. അപ്പോൾ തന്നെ അവർ പ്ലാൻ ചെയ്തു അനീഷിനെ നിന്ന് കളയണം. അനീഷ് പോയാൽ ഇനി തിരിച്ചു വരാൻ പാടില്ല എന്നുള്ള അവസ്ഥയിലേക്ക് ആക്കണം എന്നാണ് അപ്പാനിയും അക്ബറും കൂടി പ്ലാൻ ചെയ്ത് വച്ചിരിക്കുന്നത്. അതിനുശേഷം മോർണിംഗ് ടാസ്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ടാസ്കിൻ്റെ പേര് കാവലാണ് എന്നാണ് പറയുന്നത്. ഗാർഡൻ ഏരിയയിൽ വെച്ചാണ് അതായത് ഒരു ആക്ടിവിറ്റി ഏരിയയിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. ഈ ആക്ടിവിറ്റി ഏരിയയിൽ വെച്ചിട്ടാണ് സംഭവം നടക്കുന്നത്, ടാസ്ക് നടക്കുക. മിഡ് വീക്ക് എവിക്ഷനിലുള്ള 6 പേര് നിങ്ങളുടെ സഹായികളെ കണ്ടെത്തണം. ഈ 6 പേരുണ്ടല്ലോ, അവർ നിങ്ങളുടെ സഹായികളെ കണ്ടെത്തണം. ശ്രദ്ധിക്കുക, നിലവിൽ നിങ്ങളുടെ സഹായികൾ നിങ്ങൾക്ക് അനുകൂലമായും പ്രതികൂലമായും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുന്ന സഹായികൾ നിങ്ങളെ ബാധിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സഹായികൾ നിങ്ങളെ രക്ഷിക്കുകയും ചെയ്യും, കൂടാതെ നിങ്ങളെ ചിലപ്പോൾ ചതിക്കുകയോ ചെയ്യാം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ണും വേണം തിരഞ്ഞെടുക്കാൻ എന്ന് പറയുന്നു. അങ്ങനെ ടാസ്കും കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവരോട് റെഡി ആവാൻ പറയുകയാണ്. ഇവർക്ക് റെഡി ആവുന്ന ടൈമും കാര്യങ്ങളൊക്കെയാണ് പിന്നീട് കൊടുക്കുന്നത്. അപ്പോൾ ക്യാപ്റ്റൻ ഷാനവാസ് പറയുന്നുണ്ട് വേഗാവട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവർ റെഡി ആവുന്ന ടൈമാണ്. പിന്നീട് കുറച്ച് കഴിയുന്നു, ടാസ്കും കാര്യങ്ങളൊക്കെ ഇവർ വീണ്ടും വരുന്നു. അപ്പോൾ ടാസ്ക് ലെറ്ററും കാര്യങ്ങളൊക്കെ നമ്മുടെ ഷാനവാസിനെ കൺസ്ട്രക്ഷൻ റൂമിലേക്ക് ബിഗ് ബോസ് വിളിച്ചിട്ട് ടാസ്ക് ലെറ്ററും കാര്യങ്ങളൊക്കെ വായിക്കാൻ പറയുന്നു. അപ്പോൾ ഇതേപടി അവിടെ പോയി ഒന്ന് വായിക്കാൻ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വായിച്ചു കൊടുക്കുന്നു. അതിനുശേഷം ടാസ്കും കാര്യങ്ങളൊക്കെ ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. ബസർ ടു ബസർ ടാസ്ക് ആണെന്ന് പറയുന്നു. ആക്ടിവിറ്റി ഏരിയയിൽ അങ്ങനെ ഒരു പ്രതലം ഉണ്ടാവും, അതായത് മൺപിറ്റ് എന്നാണ് പറയുന്നത്. മൺപിറ്റ് ഉണ്ടാവും. ഈ 6 പേര്, അതായത് മിഡ് വീക്ക് എവിക്ഷനുണ്ടല്ലോ, ഈ 6 പേര് അവർക്ക് പങ്കെടുക്കാൻ പറ്റില്ല. ഈ സഹായികളാണ് ഇവിടെ മത്സരിക്കേണ്ടത്. അവർക്ക് എന്ത് ചെയ്യാം? അവർക്ക് ഈ സഹായികളെ ചിയർ ചെയ്യാം. അതായത് നമ്മൾ IPL ഇതിലൊക്കെ കണ്ടല്ലോ, അതേപോലെ ചിയർ ചെയ്യാം എന്നാണ് പറയുന്നത്. അതായത് പെട്ടികളുണ്ടാകും, അതായത് കുറച്ച് പെട്ടികളും കാര്യങ്ങളൊക്കെ, അത് ഒരു കളറിലുള്ള ബീക്കറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവർക്ക് 6 പേർക്കും അവരോരോ, അതായത് ഈ ഹെൽപ്പർമാർ അവരുടെ മത്സരാർത്ഥികളുടെ, അതായത് ഈ വീക്കിൽ മിഡ് വീക്ക് എവിക്ഷനിലുള്ള അവരുടെ മത്സരാർത്ഥികൾ സഹായികളുണ്ടല്ലോ, ആ സഹായികൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഇവിടെ നിൽക്കണം. അതായത് ഇപ്പോൾ അനീഷിൻ്റെ സഹായി ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ, അനീഷിൻ്റെ സഹായി അവിടെ പോയിട്ട് അനീഷിൻ്റെ പേരെവിടെയാണോ അവിടെ പോയിട്ട് നിൽക്കണം. ഈ ബീക്കർ ഉണ്ടാവും, അതുപോലെ തന്നെ ലോക്കറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ലോക്കറിനകത്ത് ഒരു സാധനം, താക്കോലും കാര്യങ്ങളൊക്കെ ഒരു സാധനം പൂട്ടി വെച്ചിട്ടുണ്ട്. അതായത് ഇങ്ങനെ ഗ്ലൗസും അതുപോലെ തന്നെ കാലിലിടുന്ന ഒരു പാഡുണ്ടല്ലോ, ആ ചെറിയൊരു പാഡ് ഇങ്ങനെ കാല് കെട്ടുന്ന ആ സാധനമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് തുറക്കേണ്ടത്. അങ്ങനെ 6 മിനിറ്റാണ് ഈ ടാസ്കിൻ്റെ സമയം എന്ന് പറയുന്നത്. അങ്ങനെ ബസർ അടിക്കുന്നു, ടാസ്ക് സ്റ്റാർട്ട് ചെയ്യാണ്. എല്ലാവരും തുറക്കുകയാണ് ചെയ്യുന്നത്. തുറന്നിട്ട് എല്ലാവരും എല്ലാവരും ഓടിപ്പോയിട്ട് ഇവരെല്ലാവരും ചിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിയർ ചെയ്യുന്നതിന് ഒപ്പം തന്നെ അനീഷിൻ്റെ പെട്ടി തുറക്കാൻ പറ്റുന്നില്ല. അങ്ങോട്ട് പോയി ഓടി വരുന്നുണ്ട്. 3 മിനിറ്റ് ആവാറാകുന്നു, സമയം ഇങ്ങനെ കുറഞ്ഞുകൊണ്ട് വരികയാണ്. അപ്പോൾ അപ്പാനി അവിടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അപ്പാനി അവിടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ താക്കോലും സീനാവുണ്ട്. അപ്പാനിക്കറിയാം അപ്പാനി മനപ്പുറം കളിക്കുകയാണ്, അപ്പാനി അവിടെ ചതിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അപ്പാനി തിരിച്ചു വരുന്ന 3 മിനിറ്റ് ആവാറാകുമ്പോൾ അപ്പാനി വന്നിട്ട് തുറക്കുന്നു, ഗ്ലൗസ് എടുക്കുന്നു. അനുവാണ് നമ്മുടെ അതിന് മുമ്പ് ആരൊക്കെയെന്ന് പറയട്ടെ. അതായത് ഈ ടാസ്ക് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ 6 പേര് കണ്ടെത്തിയിരുന്നില്ലേ, അവരുടെ സഹായികൾ ആരെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനുശേഷം ടാസ്കിലേക്ക് വരാം. ഓക്കെ. റെന ആദ്യം തന്നെ ഇത് കേട്ടപ്പോൾ റെന ഓടി വന്നിട്ട് പറയുകയാണ്, ഞാൻ പറയാൻ പറഞ്ഞിട്ട് ആദ്യം തന്നെ റെന വന്നിട്ട് ആരിനെയും ജിസേലിനെയും തിരഞ്ഞെടുക്കാൻ ചെയ്യുന്നത്. അതിനുശേഷം ശാരിക വരുന്നു. പെട്ടെന്ന് തന്നെ ശാരിക വന്നിട്ട് ബിന്നിനെ ആദിൽ നൂറേനും സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഒനിയിൽ വന്നിട്ട് ഷാനവാസിനും അക്ബറിനെയും സെലക്ട് ചെയ്യുന്നു. അപ്പോൾ പിന്നെയുള്ളത് അനീഷാണ്. അനീഷ് വന്നിട്ട് പറയുകയാണ്, എനിക്ക് ഈ മത്സരത്തിൽ വിശ്വാസമുണ്ട്, എന്നെ ചതിക്കില്ല എന്ന് തോന്നുന്നു, എന്നെ അവിടെ നിലനിർത്താൻ ശ്രമിക്കുമെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശരത്തിനെയും അനുവിനെയാണ് ഹെൽപ്പറായിട്ട് വയ്ക്കുന്നത്. അപ്പോൾ ശരത്ത്,
എന്നെയോ? അപ്പോൾ ശരത്തിരിക്കുന്നത് എങ്ങനെയാണ്? ശരത്തിരിക്കുന്നത് പറയുന്നത്, നീ എൻ്റെ പേര് പറയാടാ, നിന്നെ ഞാൻ ഇവിടെ നിന്ന് പുകച്ച് പുറത്ത് ചാടിക്കാൻ വേണ്ടി ഞാൻ തയ്യാറായിട്ടിരിക്കുക, ഞാൻ നിന്നെ ഇവിടെ നിന്ന് എങ്ങനെ പുറത്ത് ചാടിക്കുന്നത് കണ്ടോട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള മൈൻഡിലാണ് ആരിയിരിക്കുന്നത്? ശരത്തിരിക്കുന്നത്. അപ്പം തന്നെ അനീഷ ആരുടെ പേര് പറഞ്ഞു? ശരത്തിൻ്റെ പേര് പറഞ്ഞു. ശരത്തിനെ അനുവിനെ വെച്ചു. അതിനുശേഷം സരിക വരുന്നു. സരിക വന്നിട്ട് അബിനെയും നവീനെയും വിളിക്കുന്നു. പിന്നീട് രേണു ആണല്ലോ. രേണു വന്നിട്ട് ഇനിയിപ്പോൾ 2 പേരല്ലേ ഉള്ളൂ, ബിൻസി ശൈത്യ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇനി നമുക്ക് കോയിൻ ടാസ്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ ആക്ടിവിറ്റി ഏരിയയിലാണ് സംഭവം നടക്കുന്നത്. ഇങ്ങനെ ബീക്കറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ പ്രമോയിൽ കണ്ട പോലെ തന്നെ ബീക്കറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ അനീഷിൻ്റെ ബീക്കർ നീല കളറിലാണ് എന്തോ അങ്ങനെയാണ് തോന്നുന്നു ലൈവിൽ കണ്ടത്. നീല കളറിലാണ് വെച്ചിരിക്കുന്നത്. അതിന് നേരെ അപ്പാനിയും നമ്മുടെ ലോക്കറിൻ്റെ അവിടെ അനുവാണ് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ ഇതിൻ്റെ നേരെ നിൽക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇവർക്ക് കളിക്കാൻ പറ്റില്ല. അതായത് ഈ എവിക്ഷനിലുള്ളവർക്ക് കളിക്കാൻ പറ്റില്ല, ബാക്കിയുള്ളവരായിരിക്കും കളിക്കുക. അപ്പോൾ അങ്ങനെ ബസറടിക്കുന്നു, ഇവരെല്ലാവരും ചാടുന്നു. പക്ഷേ അപ്പാനി അപ്പോഴും ലോക്കറിൽ പൂട്ട് അഴിച്ചിട്ടില്ല. 3 മിനിറ്റ് ആവാറുണ്ടോ അപ്പോൾ പൂട്ട് അഴിക്കുന്നു. അപ്പോൾ നേരെ പോകുന്നു, അനുമോൾ ചാടുന്നു. അനുമോൾ വേഗം കോയിൻ കിട്ടുന്നുണ്ട്. അപ്പോഴേക്ക് എല്ലാവരും പറക്കി കഴിഞ്ഞല്ലോ. അപ്പോൾ ലാസ്റ്റ് അവർ ആകുമ്പോഴാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ കോയിൻ അങ്ങനെ പരമാവധി കോയിനൊക്കെ എടുക്കുന്നുണ്ട്. എടുക്കാൻ പറ്റുന്ന അത്ര അനു നല്ല എഫക്റ്റ് എടുത്തിട്ടുണ്ട്, നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. പക്ഷേ കിട്ടിയില്ല, കുറച്ച് കോയിനൊക്കെ കിട്ടുന്നുള്ളൂ. അങ്ങനെ ബസറടിക്കുന്നു, ടാസ്ക് അവസാനിക്കുന്നു. ടാസ്കിൻ്റെ സമയം കഴിഞ്ഞു എന്ന് പറയുകയാണ്. അപ്പോൾ ബിഗ് ബോസ് പറയുന്നു ടാസ്കിൻ്റെ സമയം കഴിഞ്ഞിരിക്കുന്നു, ആദ്യ ടാസ്ക് ഇവിടെ അവസാനിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അതിനുശേഷം ബിഗ് ബോസ് പറയുന്നു ഇപ്പം മത്സരിച്ച ആൾക്കാരുണ്ടല്ലോ അവരുടെ അടുത്ത് പോയിട്ട് ബാത്റൂമിനകത്ത് പോയിട്ട് നിങ്ങൾക്കൊരു ഡ്രസ്സ് ഇപ്പോൾ വരും, അത് ചേഞ്ച് ചെയ്യുക. അതായത് കൈയും മുഖവും എല്ലാം വാഷ് ചെയ്തിട്ട് നിങ്ങളത് ചേഞ്ച് ചെയ്യുക എന്ന് പറയുന്നു. എന്നിട്ട് ലിവിങ് റൂമിൽ വന്നിരിക്കാൻ പറയുന്നു. അതിനുശേഷം എല്ലാവരും ചേഞ്ച് ചെയ്ത് വന്നിരുന്ന് ലിവിങ് റൂമിൽ വന്നിരുന്ന ശേഷം നമ്മുടെ ബിഗ് ബോസ് പറയുന്നു നിങ്ങൾക്ക് കിട്ടിയ കോയിൻസൊക്കെ എണ്ണി നോക്കാൻ പറയുന്നു. അങ്ങനെ എണ്ണി നോക്കുന്നു. ആദ്യ ടാസ്കിലെ റിസൾട്ട് ഇപ്രകാരമാണ് വന്നിരിക്കുന്നത്. 1ാം സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കോയിൻസ് കിട്ടിയത് റെനയ്ക്കാണ്. റെനയാണ് 1ാം സ്ഥാനത്ത്. 2ാമത് കിട്ടിയത് സരിയയ്ക്കാണ് കിട്ടിയിരിക്കുന്നത്. 3ാമത് കിട്ടിയിരിക്കുന്നത് രേണുവിനാണ് കിട്ടിയിരിക്കുന്നത്. 4ാമത് ഒനിയൽ സാബുവിന് കിട്ടി. 5ാമത് കിട്ടിയിരിക്കുന്നത് ഷാരിഖയ്ക്കാണ് കിട്ടിയത്. ഏറ്റവും അവസാനം അനീഷിനാണ് ഏറ്റവും കുറവ് വന്നിരിക്കുന്നത്. അനീഷും ഷാരിഖയും ഡേഞ്ചർ സോണിലാണ്. അടുത്ത ടാസ്ക് നന്നായിട്ട് പെർഫോം ചെയ്തില്ലെങ്കിൽ അനീഷും ഷാരിഖയും ആയിരിക്കും. ഒരു പക്ഷേ ഷാരിഖ ആയിരിക്കില്ല, ചിലപ്പോൾ അനീഷും വേറെ ആരെങ്കിലും ആയിരിക്കാം. ചിലപ്പോൾ അനീഷിൻ്റെ ഒപ്പം പുറത്തേക്ക് പോകുന്ന ആ വ്യക്തിയാണ്, അതായത് ഡെഡ് സോണിലേക്ക് പോകുന്ന ആ വ്യക്തി എന്ന് പറയുന്നത്. 2ാമത്തെ ടാസ്ക് നാളെ ആയിരിക്കും, ഇന്നായിരിക്കില്ല, നാളെ ആയിരിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷം വരാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കഥ പറച്ചിൽ വീക്കാണ് ഇനി വരാൻ പോകുന്നത്. ഓരോരുത്തരും വന്ന് അവരുടെ സ്വന്തം ജീവിത കഥ പറയുക എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ബിഗ് ബോസിൽ കണ്ടില്ല, അതുപോലത്തുള്ളതാണ്. നമ്മൾ അതിനൊരു ചെറിയൊരു പ്രമോ വന്നിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് വരുന്ന കഥ പറയുന്നത് നമ്മുടെ ഒനിയലിൻ്റെ കഥയാണ് പറയുന്നത്. കുറച്ച് ഇമോഷണലൊക്കെയാണ് ഒനിയലിൻ്റെ കഥ. അത് കേട്ടിരുന്ന എല്ലാവർക്കും വിഷമമായിട്ടുണ്ട്, അവിടെ ഉള്ള എല്ലാവർക്കും വിഷമമാകുന്നുണ്ട്. ഒനിയലും കരയുന്നൊരു കാഴ്ച നമുക്ക് ആ പ്രമോനകത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ലൈവിനകത്ത് നടന്നിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്ത് തോന്നി? ഇതൊന്നും ആരായിരിക്കും പുറത്ത് പോവുക എന്നുള്ളതൊക്കെ നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായിട്ട് കമൻറ്റ് ബോക്സ് അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ആൻഡ് സീ യു.